എന്റെ ഞാനിപ്പോ തുറന്നു പറഞ്ഞാൽ ആദ്യമായി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുന്നു. പൈസ വാങ്ങിയിട്ട് നടപ്പിലാക്കാതിരുന്നാ മതിയല്ലോ. ഓക്കെ, അതാണ് അങ്ങ് അന്ന് പറയുകയും ചെയ്തു, പൈസ വാങ്ങട്ടെ, ബാക്കി നമുക്ക് തീരുമാനിക്കാം. അതെ, അത്ര തന്നെ. അപ്പോൾ ആണ് ഇതിന് എതിർപ്പ് വന്നത്. എതിർപ്പ് വന്നപ്പോ പിന്നെ അത് ഒരു കമ്മിറ്റി, ഞാൻ വിദ്യാഭ്യാസ ബന്ധ ചെയർമാനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ഇതിന് യോഗം കൂടിയിട്ടുമില്ല, പിന്നെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പ്രഖ്യാപിച്ചു ഇനി PMC കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഒപ്പിട്ടതിന് ശേഷം പിന്നെ പ്രഖ്യാപിച്ചു. അതോടുകൂടി ഇപ്പോൾ നമുക്ക് 2000 കോടിയാണ് തരാനുള്ളത്. അതാണ് നമ്മളെ അവര് ശിക്ഷിക്കുന്നത്. ആ 2000 കോടിയും തുടങ്ങി കുട്ടികളുടെ യൂണിഫോം, കുട്ടികളുടെ പാഠപുസ്തകം, 7000 അധ്യാപകരുടെ പിന്നെ ശമ്പളം, പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പിന്നെ ആവശ്യങ്ങൾ, അങ്ങനെ നമ്മുടെ കുട്ടികൾ ഈ 2000 കോടി കിട്ടാത്തതിന്റെ പേരിൽ വിഷമിക്കുകയാണ്. അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി വന്നു. ഇതാണ് ഫണ്ട് ദുർവിനിയോഗത്തിനും ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതിനും ഏറ്റവും നല്ല അവലോകനമാണ്, ഏറ്റവും നല്ല വെള്ളപൂശി മെഴുകൽ ക്യാപ്സ്യൂളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ ജീർണിച്ച അവസ്ഥക്കാണ് മാറ്റം വരേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ഒരിക്കലും ഗതി പിടിക്കൂല എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.